ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. 2-3 ഉരുളക്കിഴങ്ങും കുറച്ച് ആട്ടയും കൂടെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമേ. കുഴയ്ക്കോ പരത്തോ ഒന്നും ചെയ്യേണ്ട, വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ നന്നായിട്ട് മൊരിച്ചിങ്ങെടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കഴിക്കാനായിട്ട്. ഇപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങിയിട്ട് തൊലിയും കളഞ്ഞും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. കൈ കൊണ്ടങ്ങ് പൊടിച്ചാൽ മതി, കട്ടയില്ലാതെ പൊടിച്ചെടുക്കണേ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി എടുത്തിരിക്കുന്നത് സവോളയാണ്. സവോള ഞാൻ ചോപ്പറിലിട്ട് നല്ലപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സവോള മതി. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, മല്ലിയില. ഇഞ്ചി ഒരുപാട് എടുക്കരുത്, കുറച്ച് ഇഞ്ചി എടുത്താൽ മതി. പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കണേ. ഈ സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. വഴറ്റണം നിർബന്ധമില്ല, പച്ചയ്ക്ക് ഉപയോഗിച്ചാലും മതി. ഇപ്പം ഞാൻ ചെറുതായിട്ട് ഇവിടെ ഒന്ന് വഴറ്റിയിടുന്നത്. അപ്പോൾ ഒരു ചീനച്ചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ശകലം നെയ്യ് ഒഴിക്കുന്നുണ്ട്. എണ്ണയായാലും ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് ഒരു ശകലം ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പം ആ സവോള, ഇഞ്ചി, പച്ചമുളകും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതിയേ. ഒരുപാട് സമയം വഴറ്റേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ എടുക്കാം. ഇനി ഇതിപ്പോൾ പച്ചക്ക് ഇട്ടിട്ട് ഉപയോഗിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടിടുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് ഇതിൻ്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ലല്ലോ. അങ്ങനെയുള്ളവർ വഴറ്റിയിട്ടിട്ടാൽ മതി. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇതുപോലെ ഒന്നായാൽ മതി. ഇനി ഇതൊന്ന് തണുത്തോട്ടെ. ചെറിയ ചൂടിൻ്റെ കുഴപ്പമില്ല. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ആട്ട ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ആട്ട എടുക്കുന്നുണ്ട്. 1.5 മുതൽ 2 കപ്പ് ആട്ട വരെ ഈ ഒരളവിലെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള. പിന്നെ വളരെ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. പിന്നെ കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി വഴറ്റി വെച്ച സവോളയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇത് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ആദ്യമേ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കണേ. ഒരുപാട് ദോശമാവിൻ്റെ അയവിലാവരുത്, അതിലും കുറച്ചും കൂടെ ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ ആ രീതിയിലൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ കൈ കൊണ്ട് കുഴച്ചെടുത്താലും മതി. പച്ചമുളക് ഇട്ടിരിക്കുന്ന കാരണം കൈ നീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പം കട്ട കെട്ടി അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടാവും. കാരണം ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി പൊടിച്ച് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. പതിയെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇളക്കിയെടുക്കാവുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കലക്കി എടുത്തിട്ടുണ്ടത്. അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണേ. ഇതിനകത്ത് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കലക്കി ഇങ്ങനെ വെച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കനത്തിൽ കോരി ഒഴിച്ച് കൊടുക്കാം. അത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. കനം കുറച്ച് പരത്തരുത്, കുറച്ച് കനത്തിൽ തന്നെ പരത്തിയെടുക്കാം. രാവിലത്തെ സൂര്യൻ്റെ വെളിച്ചം എൻ്റെ കിച്ചണിലേക്ക് നേരിട്ടടിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ പ്രകാശം. ഇത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലപോലെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ അല്പം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തെ വെള്ളം നന്നായിട്ട് വലിഞ്ഞ് കഴിയുമ്പോഴേ ഇത് മറിച്ചിടാവുള്ളൂ. പതിയെ മറിച്ചിടണം. പെട്ടെന്ന് എടുത്തിട്ട് മറിക്കരുത്, മുറിഞ്ഞു പോരുവേ. ഈ ഒരു തവയ്ക്ക് അകത്തുണ്ടല്ലോ വലിപ്പം കുറവായതുകൊണ്ട് എനിക്കിത് മറിച്ചിടാൻ ഇച്ചിരി പാടാണ്. അപ്പം ഞാൻ അടുത്ത ചുടുന്ന വേറൊരു തവയിലേക്കാണ്. ഇതുപോലെ നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം 2 സൈഡും, എന്നിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ വേറൊരു തവയിലേക്ക് കോരി ഒഴിച്ച് കാണിക്കാം. നല്ല വലിപ്പമുള്ള തവയാണിത്. ഇതേന്ന് എടുക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. തവയ്ക്ക് വലിപ്പമുള്ളതുകൊണ്ട് കണ്ടോ, ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഒന്നെങ്കിൽ നമുക്ക് തൈരിൻ്റെ കൂടെ കഴിക്കാം, ഇല്ലെങ്കിൽ മല്ലിയില പുതിനയില ചട്നി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കാം. ഞാനിത് രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ചപ്പാത്തി പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ കുഴയ്ക്കും പരത്തും ഒന്നും ചെയ്യേണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പം ഞാനിതൊന്ന് കഴിച്ചും കൂടെ കാണിക്കാം കേട്ടോ. ശരിക്കും ഇതിന് ആലു പൊറോട്ടയുടെയൊക്കെ ടേസ്റ്റാണ്. ചട്നിയോ തൈരോ ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതേ ടേസ്റ്റാണ്. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്